ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ PSC പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് ഓരോ സിറ്റുവേഷനിലും ഓരോ സാഹചര്യത്തിലും നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പല ആൾക്കാരും PSCയിൽ റാങ്ക് കിട്ടാതെ പോകുന്നത് അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാതെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂളുകൾ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നവരാണ് സ്മാർട്ട് പ്രിപ്പറേഷൻ. അവരുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഈസി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർ തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ടും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാലും, അതിപ്പോൾ PSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, ഏത് ഫീൽഡ് ആയി കഴിഞ്ഞാലും കൃത്യമായിട്ട് AI ടെക്നോളജീസ് ആയാലും ടൂൾസൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ പല ആൾക്കാരെ സംബന്ധിച്ചിട്ടും ഈ ഒരു AI ടൂൾസ് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം എന്ന് അറിയാത്ത ഒരു പ്രശ്നമാണ്. എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം എന്നത് അറിയാത്ത ഒരു പ്രശ്നമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള AI ടൂൾസ് വരുന്നുണ്ട്. ആ ഓരോ ടൂൾസും എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം, അത് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ ക്ലാസ്സുകളും ഷോർട്ട് നോട്ടുകളും ഇൻട്രാക്റ്റീവ് ക്വിസും ഇതൊക്കെ എങ്ങനെ ജനറേറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള AI ടൂൾസിനെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഇൻ കേസ് ഇപ്പോൾ സെൽഫായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൂൾസാണ്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു ആയുധമല്ല, ആ ആയുധം ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയത്തിന് പലപ്പോഴും തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽസ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ ഏറ്റവും നല്ല ടൂൾസ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അത് എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാനും കൂടെ സാധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ തെറ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരത്തിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇവിടെ സിലബസ് എടുക്കുകയാണ്. നമ്മുടെ ഡിഗ്രി മെയിൻസിൻ്റെ സിലബസ് ആണ്. ഓക്കെ, ഡിഗ്രി മെയിൻസിൻ്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ആണിത്. അപ്പോൾ ഇതിൽ ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് ആണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ടോപ്പിക്ക് എടുക്കുന്നതാണ്. അപ്പോൾ എക്കണോമിക്സ് എടുക്കുന്നുണ്ട്. എക്കണോമിക്സിലെ ന്യൂ എക്കണോമിക് റീഫോംസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂ എക്കണോമിക് റീഫോംസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ നോട്ട്, വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓഡിയോ ക്ലാസ്സുകൾ, ഷോർട്ട് നോട്ട്, ഇതെല്ലാം എനിക്ക് കിട്ടണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ന്യൂ എക്കണോമിക് റീഫോംസ് അത് അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ടൂൾ തന്നെയാണ് ചാറ്റ് ജി പി ടിയിൽ കൊണ്ടുപോയിട്ട് ഞാനത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോംപ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വേണ്ടത്, എക്സാം റെലവൻ്റ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് കൃത്യമായിട്ട് പ്രോംപ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ദി ഫോളോയിങ് ടോപ്പിക് കവറിംഗ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ഇറ്റ്, മേജർ റീഫോംസ് ഹാപ്പൻഡ്, ഇറ്റ്സ് ഇമ്പാക്ട്, സ്ട്രക്ചറൽ ആൻഡ് സ്ട്രാറ്റജിക് റീഫോംസ്. കാരണം ന്യൂ എക്കണോമിക് റീഫോംസിൻ്റെ ഭാഗമായിട്ട് സ്ട്രക്ചറൽ ആൻഡ് സ്ട്രാറ്റജിക് റീഫോംസ് നടക്കുന്നുണ്ട്. ഹാപ്പൻ ആസ് എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് ലേറ്റർ ഇമ്പാക്ട് ഓൺ ദി ഇന്ത്യൻ എക്കണോമി. ടോപ്പിക് ഇന്ത്യൻ എക്കണോമിക് റീഫോമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നിങ്ങൾക്ക് ലാംഗ്വേജിൽ ഒരു ഹോൾഡ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ആ സബ്ജക്റ്റിൻ്റെ എക്സാം റെലവൻ്റ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി റീഫോംസ് എന്താണ്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളൊരു സാമാന്യ ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു പ്രോംപ്റ്റ്, അല്ലെങ്കിൽ ഏത് പ്രോംപ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഈ ന്യൂ എക്കണോമിക് പോളിസിയുടെ റീഫോംസിൻ്റെ ഭാഗമായിട്ട് സ്ട്രക്ചറൽ സ്ട്രാറ്റജിക് റീഫോംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടാണിത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ദെൻ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ കൃത്യമായിട്ട് ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് ഷോർട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന മിക്സ്ഡ് എക്കണോമിക് മോഡലിൽ നിന്ന് നമ്മളൊരു ഓപ്പൺ എക്കണോമിക്കിലേക്ക് മാറുന്നതിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള നോട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ന്യൂ എക്കണോമിക് റീഫോംസ്, കാരണം ഞാൻ അത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോംപ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്രൈസിസ് വരുന്നുണ്ട്. ദെൻ റൈസിംഗ് ഫിസിക്കൽ ഡെഫിസിറ്റ്, ഗൾഫ് വാർ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഓക്കെ, ദെൻ കൊളാപ്സ് ഓഫ് ദി സോവിയറ്റ് യൂണിയൻ വരുന്നുണ്ട്. ഇൻഎഫിഷ്യൻസി ഓഫ് ദി ലൈസൻസ് ചാർജ് വരുന്നുണ്ട്. ദെൻ പ്രഷർ ഫ്രം ദി ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് നമ്മൾ ഇന്നലത്തെ റിവിഷൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നലത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ റോള് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ന്യൂ എക്കണോമിക് റീഫോംസ് അത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കമ്പോണൻസ് ഓഫ് ദി ന്യൂ എക്കണോമിക് റീഫോംസ്, അതിനാദ്യം വരുന്നതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പ്രൈവറ്റൈസേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ വരുന്നുണ്ട്. ദെൻ സ്ട്രക്ചറൽ റീഫോംസ് വരുന്നുണ്ട്, കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് സ്ട്രക്ചറൽ റീഫോംസ് വരുന്നുണ്ട്. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് റീഫോംസ് വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽ
ആയിട്ടുള്ള ഒരു നോട്ടാണ്. അതുപോലെ തന്നെ ലേറ്റർ ഇന്ത്യൻ എക്കണോമിയിൽ എന്ത് ഇമ്പാക്റ്റാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സാം റെലവൻറ്റിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൃത്യമായിട്ടുള്ള ഒരു നോട്ട് ഇവിടെ ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് തോന്നും ഈ നോട്ട് ഇംഗ്ലീഷിലല്ലേ എന്നുള്ളത്. ഈ നോട്ട് ഇംഗ്ലീഷിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലേക്ക് ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഈ ഒരു നോട്ടിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ട്രാൻസ്ലേറ്റ് ദ എൻ്റയർ നോട്ട് എബവ് ഇൻ ടു മലയാളം. അപ്പം നോക്കുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ അതേ നോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഓക്കെ, അതുപോലെ ആ കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ്, അതുപോലെ തന്നെ പി വി നരസിംഹറാവു അവരുടെ കാലഘട്ടത്തിലാണ്. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആധിപത്യം, അതുപോലെ തന്നെ വ്യവസായങ്ങളിൽ സർക്കാർ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, ലൈസൻസ് രാജ്, ഇറക്കുമതി പകരം വെക്കൽ നയം, അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ആ നോട്ടിൻ്റെ മലയാളം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഓക്കെ, മലയാളം ഇതേപോലെ ആ നോട്ട് എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അതേ നോട്ടിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് മലയാളം നോട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാളം നോട്ടും ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഒരു വീഡിയോ ക്ലാസ്. ഇപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാരും നിങ്ങൾ വീഡിയോ ക്ലാസ്സുകളൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ ഒരു ജനറേറ്റർ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഈ പറയുന്ന നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നതാണ് ഫ്രീ ആയിട്ടുള്ള ടൂളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് പെയ്ഡ് ആയിട്ടുള്ളതൊന്നുമല്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വരുന്ന ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇൻഫർമേഷൻ കൊടുക്കുക. ഈ പറയുന്ന 1991 ഇന്ത്യൻ എക്കണോമിക് റീഫോം, ആ ഇൻഫർമേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ന്യൂ എക്കണോമിക് പോളിസി റീഫോം 1991, അതാണ് ഞാൻ ഇവിടേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഓഡിയോ ക്ലാസ്സുകളോ വീഡിയോ ക്ലാസ്സുകളോ ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ക്ലാസ്സും ഒരു ഓഡിയോ ക്ലാസ്സും ഇവിടെ ഞാൻ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീഡിയോ ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും ഈ ഒരു വീഡിയോ ക്ലാസ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. നമ്മുടെ ഇന്നത്തെ ഈ പ്രൊഫഷണൽ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും 14, അതെ വെറും 14 ദിവസം ഒന്ന് ചിന്തിച്ചാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്നും പിന്നീട് എങ്ങനെ ഒരു ആഗോള ശക്തിയായി മാറിയെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മുടെ ഈ ക്ലാസ്സിനെ പ്രധാനമായും 6 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. 1991 തകർച്ച, ലൈസൻസ് രാജ് കാലഘട്ടം, LPG ചട്ടക്കൂട്, വ്യവസ്ഥയുടെ നവീകരണം, സാമ്പത്തിക കുതിച്ചുചാട്ടം, പിന്നെ പൂർത്തിയാകാത്ത പൈതൃകം. അപ്പോൾ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഡീറ്റെയിൽസ് ഇതുപോലെ വളരെ കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷോർട്ടായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലെ അതിനുള്ള കാരണങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ധനകമ്മി വരുന്നുണ്ട് 1990, 91, ദെൻ മിഡ് 1991 എന്താണ് സംഭവിക്കുന്നത്, ഡീറ്റെയിൽസ് അതൊക്കെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂന്നാം ഛായ തന്നെ മാറ്റിമറിച്ചു. ഉയർന്ന ഇറക്കുമതി തീരുവകൾ വെട്ടി വിപണിയും നവീകരിച്ചു. സോ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതിൻ്റെ താഴെ ഇതുപോലെ നോട്ട്ബുക്ക് എല്ലാം എന്നുള്ള ആ ഒരു വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. അത് വേണേൽ നിങ്ങൾക്ക് പഠന ആവശ്യത്തിനാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, അല്ലാത്ത ആവശ്യങ്ങൾക്കാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കവർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇത് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓഡിയോ ക്ലാസ്, നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഓഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓഡിയോ നോട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വീഡിയോ ഓവർവ്യൂ വരുന്നുണ്ട്, ഓഡിയോ ഓവർവ്യൂ വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓഡിയോ ക്ലാസ്സുകളും ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഓഡിയോ ക്ലാസ് ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണ് ഓഡിയോ ക്ലാസ്സിൻ്റെ ഫോർമാറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ജസ്റ്റ് ഓഡിയോ ക്ലാസ്സുകളും ഇതുപോലെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ട് പഠിക്കാനൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓഡിയോ ക്ലാസ്സുകൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ക്ലാസ് ആയാലും ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളായി കഴിഞ്ഞാലും അതല്ല ഓഡിയോ ക്ലാസ്സുകളായി കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അതിനൊരു കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ₹1 പോലും കൊടുക്കാതെ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, യെസ്, ജസ്റ്റ് ഇതൊന്നിവിടെ ജനറേറ്റ് ആയിക്കോട്ടെ. ഇനി ഇതേ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ മലയാളത്തിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അതായത് നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാറുണ്ട്, സ്റ്റുഡൻസിന് നമ്മൾ മലയാളം നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ മലയാളം നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, മലയാളം നോട്ടുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നലെ നിങ്ങൾ ചിലപ്പം മലയാളത്തിൻ്റെ നോട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, മലയാളത്തിൻ്റെ നോട്ടുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ മലയാളത്തിൻ്റെ ഒരു വീഡിയോ ക്ലാസ് ആണ് ഇതെന്ന് പറയുന്നത്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? ഇപ്പോൾ പദശുദ്ധി, അക്ഷര തെറ്റുകൾ സംഭവിക്കുന്നത് ഓർക്കുക. ഈ കൊച്ചു തെറ്റുകൾ നിങ്ങളുടെ റാങ്കിനെ തന്നെ താഴെ. നിങ്ങളുടെ വീട്ടിലെ പണം മുഴുവൻ തീർന്നു പോയിരിക്കുന്നു. ഇത് ഓഡിയോ ക്ലാസ് ആണ്, ഏകദേശം 21 മിനിറ്റ് ഉണ്ട്. ഓ, അത് ഭയങ്കരമായ ഒരു അവസ്ഥയാണല്ലോ. അതെ, ഇനി അടുത്ത 2 ആഴ്ചത്തേക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായി വേണ്ട സാധനങ്ങൾ വാങ്ങാൻ മാത്രമുള്ള തുക മാത്രമേ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളൂ. ശമ്പളം വരാനാണെങ്കിൽ ഇനിയും
മനസ്സിലാക്കുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അസുഖമെന്ന് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ടല്ലേ? തീർച്ചയായും. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ പിന്തുടർന്നിരുന്നത് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഊന്നിയുള്ള ഒരു മിക്സ്ഡ് എക്കണോമിക് മോഡലായിരുന്നു. അതായത് ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ഓഡിയോ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഓഡിയോ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഓഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പം എൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. ആ ക്ലാസ്സുകളുടെ മലയാളം നോട്ടും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളം നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ഫോഴ്സിൻ്റെ ക്ലാസ് ആണ്. ഓക്കെ, ഫോഴ്സിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ക്ലാസ്സിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ നോട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ആ നോട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം അതുപോലെ ഓരോ ക്ലാസ്സുകൾ കഴിയുന്ന സമയത്തും ഇത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോഴ്സസ് ഇൻ നേച്ചർ വരുന്നുണ്ട്. ഓക്കെ, സൗണ്ട് ഫിസിക്സ്, മാസ്റ്ററിങ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മെയിൻസിലെ ക്ലാസ്സുകളിൽ ഈ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഈ നോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ ഒരു നോട്ടാണ് ഇത് വരുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ മെയിൻസ് ബാച്ചിന് എടുത്ത ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടാണ്. അപ്പം നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഈ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്കും ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഓഡിയോ ക്ലാസ്സുകൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. സ്വകാര്യ മേഖല ഓക്കെ, ഉണ്ടെങ്കിലും ഇനി അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ₹1 പോലും കൊടുക്കാതെ, ₹1 ചിലവില്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ ഇത് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത്, ഓക്കെ, ജസ്റ്റ് ഇത് കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനത് നിങ്ങൾക്ക് കാണുന്ന രൂപത്തിലേക്ക് ഒന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ചിലപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, ഞാൻ ആ വീഡിയോയുടെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് ആ വീഡിയോയുടെ ഒരു ഫോർമാറ്റ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും ആ ഒരു വീഡിയോ ക്ലാസ് വരുന്നത്. ഓക്കെ, വീഡിയോ ക്ലാസ്സിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു രൂപത്തിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും വീഡിയോ ക്ലാസ് വരുന്നത്. ഓക്കെ, AIയുടെ ഒരു വീഡിയോ ക്ലാസ് ഇതുപോലെ ആയിരിക്കും. എല്ലാം നല്ലത് മാത്രമായിരുന്നോ? നിഷ്പക്ഷതല്ല കേട്ടോ. വളരെ കൃത്യമായ പ്ലാനിങ് ഇതിന് പിന്നിലുണ്ടായിരുന്നു. ആഭ്യന്തര നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിൽ തുടങ്ങി ആഗോളതലത്തിൽ ഇന്ത്യൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ രൂപയുടെ മൂല്യം കുറയ്ക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഓക്കെ, സോ ഇതുപോലെയാണ് ഇവിടെ നിങ്ങൾ കാണുന്ന പോലെയാണ് AI വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഏത് റിസോഴ്സസും, അതിപ്പോൾ നോട്ട്സ് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നോട്ട്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വിസുകൾ വേണമെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രാക്റ്റീവ് ക്വിസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വിസുകളും അതേ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ടെസ്റ്റുകൾ നിങ്ങളുടെ ഒരു നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്വിസുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പഠനത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സെൽഫായിട്ടൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ പഠനത്തിന് സ്മാർട്ടായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് എന്നുള്ള രൂപത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഈ കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടൂൾസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ AI ടൂൾസ് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള ടൂളുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി അതും കൂടെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ നോട്ടുകളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന നോട്ടുകളിൽ തന്നെ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ആസ് സച്ച് അതിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ. ഇപ്പോൾ ഈ പറയുന്ന പോലെ എക്കണോമിക് റീഫോംസ് എന്ന് പറയുന്ന സമയത്ത് ഇതേ സാധനം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യല്ല ചെയ്യുന്നത്. ഇപ്പോൾ മെയിൻസ് ക്ലാസ്സിലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം നോട്ടുകൾ അങ്ങനെയല്ല നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം റെലവൻറ്റ് പോയിന്റിലേക്ക് മാറ്റിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ,
ഇൻഫോസ് ആക്യുറേറ്റ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ AI വരുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതിപ്പോൾ AI ജനറേറ്റ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സസ് ആയി കഴിഞ്ഞാലും ശരി, ഓഡിയോ ക്ലാസ് ആയി കഴിഞ്ഞാലും ശരി, ഇൻഫർമേഷൻസ് ചിലപ്പം ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. AIക്ക് തോന്നുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ജനറേറ്റ് ചെയ്ത് തരുന്നത്. പക്ഷേ ഇപ്പോൾ AI കുറച്ചുകൂടെയൊക്കെ ആക്യുറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വലിയ മിസ്റ്റേക്കുകളൊന്നും ജനറലി ഇപ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഇൻഫർമേഷൻസ് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് ആക്യുറേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ജസ്റ്റ് നിങ്ങൾക്ക് വളരെ പൊട്ടൻ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടൂൾസുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു എവരിവൺ. എല്ലാവരും നന്നായിട്ട് സ്മാർട്ടായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ വിഷ് യു എവരിവൺ ഓൾ ദ ബെസ്റ്റ്.